കുണ്ടേങ്ങും നല്ല അമ്മേൻ്റെ വറ്റിച്ച് വെച്ച മത്തി ആദ്യം തുടങ്ങാം. മീൻ്റെ ചാറിലിങ്ങനെ മുക്കിയിട്ട് രംഗണ്ണൻ എന്ന് വേക്കെന്ന് കളിക്കുന്നു. ഹായ് ഹായ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അമ്മക്ക് ഇന്ന് പണിയില്ല കേട്ടാ. അമ്മ 2-3 ദിവസമായി പണിക്കോവാതെ. അമ്മക്ക് കാലുവേദന മാറിയിട്ട് കൈവേദന ആയിട്ടുണ്ട് ഇപ്പോൾ. ഞാൻ പറഞ്ഞ ഇതിലേ കൂടെ ഒരു വേദന ഉണ്ട്, വീപ്പിൻ്റെ ഇതിലേ കൂടെ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഗുളിക തന്നിട്ട് പറ്റിയില്ല. അതെ, അമ്മക്ക് ചില ഗുളികയെല്ലാം അലർജി ഉണ്ട്. അപ്പോൾ ഡോക്ടറോട് കാണിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിന് അലർജി ഉണ്ട് എന്ന്. അപ്പോൾ അലർജി ഉണ്ടെങ്കിൽ എന്നാട് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് 2 ഗുളിക കൊടുത്തിട്ടുണ്ടായിന്. നമുക്ക് ഇവിടെ വന്നിട്ട് രാത്രി കഴിച്ചിട്ട് ഗുളിക കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞാടും കണ്ണെല്ലാം ഇടുങ്ങി വരാൻ തുടങ്ങിയിന്. കണ്ണൊന്നും കാണാണ്ടായി, എല്ലാം ഇങ്ങനെ ഇടുങ്ങി വന്നു. അതെ, അയാൾ പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നാളെ ഡോക്ടറെ കാണിക്കണം എന്നാൽ. പിന്നെ നമ്മൾ അന്നാളെ ഡോക്ടറെ കാണിച്ചിട്ടൊന്നുമില്ല. രാവിലെ ഡോക്ടർ വിളിക്കുമ്പോൾ ഡോക്ടർ കുറേ ചീത്ത പറഞ്ഞ് നമ്മളോട് അതേ പറഞ്ഞിട്ട് അലർജി ഉണ്ടെങ്കിൽ അന്നേരം തന്നെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. അലർജി ഉണ്ടെങ്കിൽ നാട് കഴിക്കാൻ 2 ഗുളിക കൊടുത്തിട്ടുണ്ടായിനി. അത് കഴിച്ചിട്ടാകുമ്പോൾ നാട് ഡോക്ടറെ അടുത്ത് വരണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ രാവിലെയാന്ന് പോയിന് കേട്ടാ. അത് മുമ്പേ എനിക്ക് ചെറുക്കെല്ലാം പൊന്തും, മൂക്കിൻ്റെ ഉള്ളെല്ലാം പൊന്തും. ഇത് കണ്ണെല്ലാം ഇടുങ്ങിയിട്ട് വരും ഇതിന്. അതായത് രാവിലെ എൻ്റെ കരുളൂർ ഹോസ്പിറ്റലിൽ പോയി നാളെ ഡോക്ടറെല്ലാം ചീത്തായിരുന്നു. അന്നേരം കാണിക്കണ്ടേ, ആ ഗുളിക തന്നുകൊണ്ടായിരിക്കും ഇങ്ങനെ അല്ലെങ്കിൽ നല്ലോണം ആയിട്ടുണ്ടാവും പറഞ്ഞിട്ട് അന്നാട് ഇനി ആ ഗുളിക തിന്നണ്ട പറഞ്ഞിട്ട് ഇപ്പോൾ അലർജിക്കുള്ള ഗുളിക തന്നിട്ടുണ്ട്. അപ്പോൾ കണ്ണെല്ലാം കുറച്ച് തുറന്ന് എല്ലാം വീങ്ങി പോളയെല്ലാം ഇടുങ്ങിയിട്ടാണ്ടായിന്. അപ്പോൾ ശരിയായി വരുന്നുണ്ട്. ഇപ്പം കഴിച്ച് ഗുളിക 2 ഇനി മറ്റേ ഗുളിക കഴിക്കണ്ട, അങ്ങ് മുമ്പേ കാലിന് കഴിക്കുന്ന ഗുളിക തന്നെ കഴിഞ്ഞിട്ടാകുമ്പോൾ അത് കഴിച്ചാൽ മതി പറഞ്ഞു. പുറം വേദന പിന്നെ ഈ സിമെൻ്റെല്ലാം എടുത്തിട്ടാകുമ്പം അതിൻ്റെ മസിൽ വേദന ആയിരിക്കും. രാത്രി ഉറങ്ങാനാന്നില്ല, ഇരുന്നിട്ടാണ് 3 ദിവസം അതെ നേരം വെളുപ്പിച്ചിന്. നടക്കുമ്പോൾ അങ്ങനെ പ്രശ്നമില്ല, കിടക്കാനാവുന്നില്ല വേദന. ആ കൊറോണ വന്ന സമയത്തുണ്ടായിരുന്നു ആ പുറം വേദന, അതേപോലത്തെ വേദന. കൊറോണ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം പറയില്ലേ പുറം വേദന? അന്നേരം എനിക്ക് പുറം വേദന ഉണ്ടായിരുന്നു, ഭയങ്കര പുറം വേദന. അങ്ങനെ വീങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതെനിക്ക് തന്നെ വീങ്ങിയിട്ടുണ്ടായിരുന്നു പുറം. അങ്ങനെ ഇപ്പോൾ കുറേ ദിവസമായി പണിയില്ലാത്ത, പണിക്ക് പോവാത്ത, പണിയുണ്ട് പോയിട്ട്. അതെ, നമ്മൾ കുറച്ച് ദിവസം റെസ്റ്റിലാണ്. ഒരാഴ്ച റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണിൻ്റെ എടുക്കല ഇന്നേക്ക് കുറച്ച് കുറവുണ്ടമ്മ. നല്ലോണം ഉണ്ടായിന്, അതിക്കൂട്ടം വരുന്നുണ്ട്. ഇന്നലെ മഴ പാറിയിനി, അപ്പം നല്ലോണം ചപ്പരി ഉണ്ടാവും. മഴ കുറച്ച് പാറിയോണ്ട് ഒതുങ്ങി കിട്ടും ഭാരൻ. എല്ലാവരുടെ കത്തിക്കുന്നു വാരി. അതാ അമ്മയുടെ തീയിട്ടിട്ട് എല്ലാം കത്തിക്കുന്നുണ്ട് കേട്ടാ. ഇത്ര ആള് പറഞ്ഞ ചൂടിന് തീ കത്തിച്ചൂടാറിഞ്ഞിട്ട് എല്ലാം അവിടെ അടിച്ചു കൂട്ടിയിട്ടാണ്ടായിന്. അതെ, ഇപ്പൊ പിന്നെ ഇന്നലെ മഴ പാറിയോണ്ട് എല്ലാം കുറേശ്ശെ കത്തിക്കായിരിച്ചാൽ ചപ്പിലായിട്ട് കൊതുകിന്റെ ശല്യായിരിക്കും മഴ പെയ്താ പിന്നെ. അപ്പൊ അമ്മ ചപ്പിലെല്ലാം വൃത്തിയാക്കുന്ന സമയത്ത് ഇവിടെ ഒരു കുണ്ടേങ്ങ കണ്ടിട്ടുണ്ട്. നമുക്ക് അതിന്ന് കളച്ചു നോക്കാം വിചാരിച്ചിട്ട്. അപ്പൊ അതിക്കൂട്ടനും മധുരണ്ട് കളക്കാൻ വേണ്ടിട്ട് അമ്മനെ സഹായിക്കാൻ. അതിക്കൂട്ടൻ ട്യൂഷന് പോയിട്ടാണ് ഇപ്പൊ വന്നതേ ഇല്ലു. ലോകവും ട്യൂഷന് പോയിട്ടുണ്ട് വരണത്രേ. അപ്പോ നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ രംഗണ്ണൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രംഗണ്ണന്റെ വേഷമെല്ലാം കെട്ടിട്ട് റീൽസ് എടുത്തിന് കേട്ടാ. എല്ലാരും കണ്ടിനി എന്ന് വിശ്വസിക്കുന്നു അല്ലേ അതി? കുണ്ടുകിഴങ്ങ് അതിക്കൂട്ടിന് കപ്പയും. ഇത് മണ്ണിന്റെ അടിയിലേക്ക് ഇങ്ങനെ പോന്നോണ്ടാണ് കുണ്ടുകിഴങ്ങ് വരുന്നതിനമ്മ. കുണ്ടുകിഴങ്ങ്, കാവത്ത്, കാച്ചില് അല്ലേ അതെല്ലാം പറയും. എന്തിന്റെ വേറെ അറിയില്ല, കൊത്തിട്ട് വേറെന്നറിയില്ല, വേറുണ്ടായത് കിട്ടുന്നില്ല. മഴ പാറുമ്പോ കാലം മുളക്ക. ഇങ്ങനത്തെ ഒരു പിന്നെ ബീട്രൂട്ടിന്റെ കളറ് കാച്ചിലും ഉണ്ടാവില്ല അമ്മ? ഉണ്ടാവലുണ്ട്, നമ്മളെ അടുത്തില്ല അല്ലേ? മുറിച്ചിട്ട് നമുക്ക് കിട്ടുന്ന നട്ടു കൊടുക്കണം. ഇത് നിങ്ങൾ നട്ടേ തന്നെയാ? അല്ല, മുമ്പേ അതിന്റെ കായ് വീണിട്ട് ഉണ്ടായതാണ്, നട്ടതൊന്നല്ല. അപ്പോൾ ഇത് അമ്മ കുങ്കോട്ട് കൊണ്ട് തിക്കി എടുക്കുന്നുണ്ട്. കിട്ടി പൊട്ടാൻ കിട്ടിയല്ലേ? ഇനി ചേനയെ ഇതെല്ലാം അതിന്റെ പയന്തള്ള ഇതെല്ലാം കഴിഞ്ഞാലും കണക്കാത്തോണ്ട് ഇതെല്ലാം ഇങ്ങനെയായി. 2-3 കൊല്ലം ഇത് ഇങ്ങനെ നല്ല പഴയതായിട്ട് അങ്ങനെ പിന്നെ കഴിഞ്ഞു. നല്ല ഷേപ്പ് തന്നെയല്ലേ ഇത്? മുറിച്ച് നട്ടാൽ വളരാമ വളരും. ഇനിയുണ്ട് ഇത്? ഇനിയുണ്ടാ? ഇനിയുണ്ടാ?
ഇനിയുണ്ട് എത്ര ഏട്ടാ? അത് വേറെ ഒന്നിൻ്റെ പൊട്ടി. ഇതാ കുറച്ച് ഇവിടെ കളച്ച് വെച്ചിട്ടുണ്ടേ. ഫുൾ ടൈം പണിയല്ല, എന്നാ അസുഖം ഉണ്ടെങ്കിലും ഞാൻ എടുത്താണോ കളക്കാൻ. ഞാൻ കളക്കാറിൻ്റെ അതി പോയി എന്നിട്ട് കളക്കാനും മുട്ടിട്ടല്ലതി. വർക്കഹോളിക്കാണ്, വർക്കഹോളിക്ക്. വെള്ളക്കിഴങ്ങനെ ഇതാണോ ടേസ്റ്റ് ഉണ്ടാവും കപ്പനെ കേട്ടോ? കപ്പൻ്റെ മാതിരി തന്നെ. ഈ മധുരക്കിഴങ്ങില്ലേ അതിപ്പോൾ കാണില്ലല്ലോ കുറേ നാളെ തിന്നിട്ട്. ഇത് നമുക്ക് നട്ടു കൊടുക്കാം ഇവിടെ തന്നെ. മധുരക്കിഴങ്ങ് എവിടെ നിന്നും കിട്ടുമോ അമ്മ? കുറേ ഉണ്ടല്ലോ ജി, കുറേ ഉണ്ട്. ഇതൊന്നും കൂടെ കിട്ടിയിട്ടുണ്ട്. കാണുമ്പോ ഒരു പാറക്കല്ല് പോലെ ഉണ്ടല്ലേ. ചേനേന്റെ മോഡൽ തന്നെ ഏകദേശം ഉള്ളെല്ലാം. അത് കുറച്ച് കളർ വ്യത്യാസമുണ്ട്, വെള്ളയല്ല. അത് ഇങ്ങോട്ടായിട്ടാണ് ഇതിൻ്റെ അടുത്തേക്കായിട്ട് നമുക്ക് ഇവിടെ നട്ടു കൊടുക്കാം. അതെല്ലാം ഇതൊരു പക്കാ ചേനേൻ്റെ കളർ. എടുക്കാം. അത് ഇവിടെ തന്നെ നടാം കേട്ടോ. അവിടെ നട്ടു കൊടുക്കുക. ഒന്ന് ഇവിടെ നട്ടു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും കുണ്ടയങ്ങ് കളിച്ചിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ. രണ്ട് അത്യാവശ്യം ഒരുപാടുണ്ടല്ലോ അമ്മ. ഒരുപാടുണ്ട്. ഇതെല്ലാം നമുക്ക് വെക്കണ്ട, കുറച്ചേ വെക്കണ്ടോ. അതെ, ഇതെല്ലാം വേണ്ടി വരില്ല, കുറച്ച് മതി. അപ്പം ബാക്കി നമ്മ കൂട്ടയിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അതിലൊന്ന് താളം കിഴങ്ങാ. അത് അന്നത്തെ താളം കിഴങ്ങുണ്ടല്ലേ. മതിയാ പോരെ? വെച്ചപ്പാടുണ്ടോ? ഒരുപാടുണ്ടാവും അത്. അപ്പം നമ്മളെ കുണ്ടയങ്ങിൻ്റെ തോലെല്ലാം ചെത്തി എടുക്കുന്നുണ്ട്. ചൊറിയാമേ? ചിലത് ചൊറിയലുണ്ട്, എനിക്കിത് എങ്ങനെയാണെന്ന് അറിയില്ല. ചിലത് ചേന എത്തിയ മാതിരി ചൊറിയും. അതിക്ക് വെള്ളമെല്ലാം ആകുമ്പോൾ അതെ ഇതിൻ്റെ ഈ വഴുവഴുപ്പെല്ലായിട്ട് ഈ ഇങ്ങനെ കുണ്ടയങ്ങിനും താളം കിഴങ്ങിനും കപ്പക്കെല്ലാം ഇങ്ങനെ ഒരു വഴുവഴുപ്പ് ഉണ്ടാവും. അപ്പം നമുക്കിതെല്ലാം ഒന്ന് തോലെല്ലാം ചെത്തി മുറിച്ച് കഴുകി എടുക്കാം അല്ലേ. അപ്പോൾ കുണ്ടയങ്ങെല്ലാം തോലെല്ലാം ചെത്തി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണമാക്കി കൊടുക്കണം അമ്മ. കപ്പ ചെത്തിയിടുമ്പോൾ അല്ലേ. ആ ഒച്ചയൊക്കെ നല്ല രസമുണ്ടല്ലേ. വഴുവഴുപ്പുണ്ടോ കൈത്തിങ്ങനെ? അതിൽ ഇടക്കിടക്ക് ഇങ്ങനെ കാണുന്ന ആ കട്ടിക്കളറില്ലേ, അതാണല്ലോ ഇതിലിങ്ങനെ ഒരു കല്ല് പോലെ ഉണ്ടാവില്ലേ കടിക്കാൻ വേണ്ടി. കുണ്ടയങ്ങ് വെച്ചാൽ വേറെ ഇങ്ങനെ ഇടക്കിടക്ക് ഒരു കല്ലിച്ച പോലെ ഉണ്ടാവും കടിക്കാൻ. അത് നല്ല ടേസ്റ്റാണ് തിന്നാൻ വേണ്ടി. അപ്പൊ ഈ കുണ്ടയങ്ങ് കാവത്ത് ഇഷ്ടമില്ലവരൊന്ന് കമന്റ് ചെയ്യണേ അല്ലേ. ആദ്യം കൊണ്ട് കളക്കാൻ എടാ നിന്റെ അടുത്ത്. അതെയാ? അന്ന് അടുത്ത് ഞാൻ ഒന്ന് കളിച്ചു, അതിൻ്റെ അപ്പുറം ഒന്നുകൂടി ഉണ്ട്. ഇതിപ്പോ ഞാൻ ചപ്പല വരുമ്പോ കണ്ടതാണ് ഇടുന്ന്. അത് കളിച്ചൊക്കെ അയച്ച് അതിപ്പോൾ അടുത്ത കൊല്ലാകുമ്പോൾ ഇത് ആദ്യം പഴം തള്ളിയാവും. പിന്നെ പുതിയത് വേറെ വരും. അപ്പം നമ്മളെ കാച്ചിരിയുടെ കഴുകി കുക്കറിലേക്ക് വാരി ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിൽ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ കപ്പൊക്കെ വെക്കുമ്പോൾ മുങ്ങാൻ മാത്രം വെക്കണ്ടമ്മ? വേണ്ട, ഇതിന് വെള്ളം ഊറ്റി പോകുമ്പോൾ ഇതിന് കട്ടൊന്നുമില്ല. അതെ അല്ലേ, വെള്ളം ഊറ്റണ്ട. അതുകൊണ്ട് ഇതിന് വേവേണ്ട ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഉടച്ചു കൊടുക്കുക അല്ലേ. വെള്ളം വെക്കും പോലെ. അപ്പം നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ തന്നെ കുറച്ച് പച്ചപ്പറങ്കിയാണ്. നമുക്കിത് മുറിക്കാം. അപ്പോൾ പച്ചമുളക് കപ്പപ്പറങ്കി ഉണ്ടെങ്കിൽ കപ്പപ്പറങ്കി മതി. ഇല്ലാത്തതുകൊണ്ട് നമ്മളെ ഇടുന്ന തന്നെ പച്ച പച്ചമുളക് മുറിച്ചിടുന്നുണ്ട് കേട്ടോ. ഇത് ചെറുങ്ങനെ മുറിച്ചിട്ട് ഒന്ന് ചതക്കണം വെളുത്തുള്ളിൻ്റെ ഒപ്പം. വെളുത്തുള്ളിയിലിടുന്നുണ്ട്.
കണ്ണിലേക്ക് ഇങ്ങനെ വരുന്നില്ല. ഈ പച്ചപ്പറങ്കീര വേണമല്ലേ? അത് നാടൻ പച്ചപ്പറങ്കിയല്ലേ? കപ്പറങ്കീൻ്റെ അതേ ആ ഒരു നല്ല സ്മെല്ല്. ഇപ്പൊ രണ്ടും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ നമ്മുടെ ചിരകി വെച്ചിട്ടുണ്ട്. നമ്മളെ കാച്ചില് 3 വിസിൽ വന്നിട്ട് കുക്കറട ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ കാച്ചില് നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഉടച്ചെടുക്കണം അല്ലേ? അപ്പൊ നമ്മളെ വെളുത്തുള്ളി പറങ്കി പച്ചമുളകും ചതച്ച തേയിലിട്ട നല്ല പാൽക്കപ്പ് പോലെ ഉണ്ടല്ലോ കാണുമ്പോ. അതിപ്പോ ഇങ്ങനെ വെള്ളം കണക്ക് കണ്ടോട്ട് ഉറക്കുമ്പോ നോക്കോ നീ. വേഗം ഉറക്കുമല്ലേ ഇത്? നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഉപ്പും തേങ്ങയും വെളുത്തുള്ളി പച്ചമുളക് അല്ലെങ്കിൽ കപ്പപ്പറങ്കി ഉണ്ടെങ്കിൽ കപ്പപ്പറങ്കി. കപ്പപ്പറങ്കി ഉണ്ടല്ലോ പറിച്ച് ഫ്രിഡ്ജിൽ ഉണങ്ങിയാൽ മതി. പിന്നെ നമ്മൾ തന്നെ പച്ചപ്പറങ്കി ഉണ്ടല്ലോ. ഇന്ന് നമുക്ക് വറുത്തിട്ട് കൊടുക്കണം. എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചീനച്ചട്ടി നമ്മ കഴിഞ്ഞ ദിവസം ചീമീനി മുണ്ടിക്കാവിൽ പോയാലും അടന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോന്ന് വാങ്ങണം. നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ചീനച്ചട്ടി, നാരങ്ങ പീയുന്നത്, ചായപ്പ ചെറുത് ഉള്ളത് വലുതാണ്, അത് ചേർത്ത് ബെഡ്ഷീറ്റ് അതെല്ലാം വാങ്ങി നമ്മൾ പോയാൽ. കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടിട്ട് കടുക് കൂട്ടിയിട്ടല്ലേ. അപ്പോൾ ഈ ഉത്സവ സ്ഥലത്ത് മെയിനായിട്ട് പോകുന്നത് വെച്ചാൽ ചന്തയിൽ നിന്ന് സാധനം വാങ്ങാനാണ്. ചന്തയെ തണ്ടാനും ചന്തയിൽ സാധനം വാങ്ങാനും എല്ലാം വാങ്ങി സാറ് വാങ്ങിയിട്ടെങ്കിലും ഞാൻ ഇറങ്ങി വരാൻ വേണ്ടിട്ട് ഓണിക്കണം വിചാരിച്ചിന് ഒരടുപ്പും അതിന്റെ ചൂടടുപ്പുള്ളതെല്ലാം ഉണ്ട്. ഇത് അച്ഛൻ പറഞ്ഞ അതെല്ലാം വണ്ടിയിൽ നിന്ന് കിട്ടുമ്പോൾ പൊട്ടിയിട്ട് വേറെ പറയാവും പറഞ്ഞിട്ട് വാങ്ങിക്ക. ഞാൻ വിചാരിച്ചില്ല നിങ്ങൾ പോയാലും വാങ്ങുന്നു. ഞാനും അമ്മയും അതിയും ലോബു ഒരു ദിവസം പോയിന്. പിന്നെ കഴിഞ്ഞ ദിവസം അമ്മയും അച്ഛനും മാത്രമായിട്ട് പോയിട്ടുണ്ടായി. അപ്പൊ കറിവേപ്പില ഇട്ട് കൊടുക്കാതെ പിന്നെ അപ്പം കിട്ടുന്നു വെള്ളം ദോശയിലോട്ടിന് അതെയാ ഇലാവുന്നുണ്ടാ? കിട്ടുന്നു. ഞാൻ ഇതില് ചുട്ട് വെച്ചിട്ട് വേണ്ടേ നിങ്ങൾ ചുട്ടിച്ചാകുമ്പോ ഇതില് ഇട്ട് വെച്ചാന്ന് വിചാരിച്ചു. അല്ല അതിനേറ്റ് ഇട്ട് വെച്ചന്നെ ഇതാണ് ചുട്ടിനിന്നു. അപ്പൊ നമ്മളെ സ്വാദിഷ്ടമായ കാച്ചിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. അടിപൊളിയാണ്. ഇതിപ്പോ ഇങ്ങനെ ആയിക്കോട്ടെ, തണുക്കുമ്പോ നോക്കോ ഉറച്ചിലുണ്ടാവും. വരും. നല്ല കുഞ്ചത്തി വരും. തേങ്ങയെല്ലാം വെക്കാനല്ലോ വേഗം. ഇതിന്റെ ചപ്പാത്തിയും ദോശയും ചൂടുന്ന ആടെ ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞത് ശരിയാണല്ലേ, നല്ല ദോശയെല്ലാം ചൂടാനാവും. വാങ്ങായിരുന്നു ദോശ ചൂടുന്ന അമ്മ വെച്ച് വാങ്ങിക്കൊണ്ടുവന്നിട്ട് മുമ്പ് എണ്ണ അധികമായാലും എങ്ങനെ കയ്യിലേക്ക് വരും അല്ലേ. ചട്ടിക്ക് പറ്റാത്ത മാതിരി ഈ നോൺ സ്റ്റിക്കിനെ പോലെ നോൺ സ്റ്റിക്കിൽ അധികം എണ്ണയായാലും ദോശയൊന്നും ചൂടാൻ പറ്റൂല. എണ്ണയൊക്കെ ആണല്ലേ ഇവിടെ ഉണ്ട്. അപ്പൊ അവിടെ ഇരുമ്പിന്റെ ഇതുപോലത്തെ ദോശക്കല്ലും ഉണ്ടായിനി. അമ്മേച്ച് ചൂടാൻ കിട്ടൂലെങ്കിലോ വിചാരിച്ചിട്ട് വാങ്ങിയിട്ടാ. മുമ്പൊരിക്ക വാങ്ങിയിട്ട് വലിയ ഇതുണ്ടായിട്ടല്ല. നമ്മ മുമ്പൊരിക്ക ഒരു പിടിയില്ലത് വാങ്ങിയിട്ടുണ്ടായിട്ട് ഞങ്ങൾക്ക് അത് അത്ര ഉണ്ടായിട്ട്. പിന്നെ മറ്റേ സാധാരണ ദോശക്കല്ലേ ഒരു ഭാഗത്ത് മാത്രം പിടിയുള്ളത്, കട്ടിയുള്ളതിന് അങ്ങനത്തെ ഉണ്ടാടാം. പിന്നെ ഇതും ഉണ്ടായി കാരപ്പം ചൂടുന്നത് ഉണ്ടായിനി. എല്ലാ മോഡലും ഉണ്ട് ഇരുമ്പിന്റെ. അപ്പൊ നമ്മ ഈ ഒരു ചീനച്ചട്ടി വാങ്ങിന് നമുക്ക് അപ്പലം ചൂടാനും തേങ്ങ വറുക്കാനും എല്ലാത്തിനും ഓളിനോളാണ് നമ്മളെ ഇനിയല്ലേ. നമുക്ക് മറ്റേ ഇരുമ്പിന്റെ ഉണ്ടല്ലോ മാറി മാറി ഒക്കെ. അതെ, കണ്ടവര് കണ്ടുകൊണ്ടിരിക്കണ്ട. നമ്മളെ ഒരേ അപ്പം ചൂടുന്ന ചട്ടീനെ കടിച്ചാലേക്കും എടുത്തിട്ടുണ്ടാവും. നമ്മ പലഹാരിലെ എപ്പോ എണ്ണക്കടിയെല്ലാം ഒരു ചട്ടിയിൽ തന്നെ ആക്കല് ഇരുമ്പിന്റെ. നമ്മളെ കാച്ചില് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കുണ്ടുകേങ്ങ് നല്ലോണം ഉറച്ച് സെറ്റായിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ട് വെള്ളം പോലുള്ളത്
തണിയുമ്പോഴത്തേനും അത് നല്ല ഉറച്ചിങ് നല്ല പരുവത്തിലാവും. ഹായ്. അപ്പോൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇതാ രണ്ടാളുടെ എത്തിയിട്ടുണ്ട്. അതിയും ലോകുവും. ലോകു ടേസ്റ്റ് നോക്കാ. അപ്പോൾ ഇതാ നമ്മളെ കുണ്ടേങ്ങും നല്ല അമ്മേൻ്റെ വറ്റിച്ച് വെച്ച മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് പറയാൻ കിട്ടുന്നില്ല, വായിൽ വെള്ളം വന്നിട്ട്. എന്താന്നറിയില്ല. മീൻ പറ്റിച്ചത് അമ്മേന്റെ മീൻ പറ്റിച്ചത് പറഞ്ഞാ പിന്നെ ഞാൻ ചത്തു. അത്രക്കും ഇഷ്ടമാണ് എനിക്ക് മീൻ പറ്റിച്ചത്. അത് അമ്മമ്മേന്റെ സ്പെഷ്യല്. അപ്പൊ നമുക്ക് ടേസ്റ്റ് വെക്കാം. മീനിന്റെ ചാറിലിങ്ങനെ മുക്കിയിട്ട് അതിക്കൂട്ടൻ ടേസ്റ്റ് നോക്കുന്നുണ്ട്. സൂപ്പർ. അമ്മമ്മക്ക് കൊടുക്കുക വെച്ച് അമ്മമ്മക്ക് കറിയിൽ മുക്കിയിട്ട് അവർ കുറേ കറിയാൽ ബാലോണം എരിയുന്നുണ്ട്. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് കൊറേ പെരക്കിട്ട് നമുക്ക് വായിൽ വെള്ളം വെച്ചിട്ടുണ്ടാവും. അവിടെ കൊറേ ചാറെടുത്ത് എരിയുന്ന് ഓയിലെ കറിയിലെല്ലാം മുക്കി തന്നിന്. അതല്ല അത് എരിയുന്നുണ്ട്. ആ പച്ചപ്പറങ്ങി നല്ല എരിവുണ്ട് അല്ലേ ഇപ്പം. നമുക്കെരിയില്ലല്ലോ. അത് നല്ല എരിവുണ്ട്. ഈല് നമ്മളെ അപ്പുറം പിടിച്ചിട്ടേ ചാക്കില് ആ പറങ്കി കിട്ടിനി ചതച്ചിട്ട് വെളുത്തുള്ളീൻ്റെ അപ്പുറം. അതുകൊണ്ട് ആ വെളുത്തുള്ളീൻ്റെയും എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. മൊത്തം കറിയാ കിട്ടി ഞങ്ങൾക്ക്. കുഞ്ഞു കപ്പയൊന്നും തിന്നാത്തത് വെച്ചെടുത്തിട്ടില്ല. അല്ലെങ്കിൽ അവന് കപ്പയൊന്നും അങ്ങനെ വലിയ ഇഷ്ടമല്ല. പക്ഷെ താളങ്കിഴങ്ങ് നേരമുണ്ട്. ഇത് ഏകദേശം താളങ്കിഴങ്ങിന്റെ ഒരു ടേസ്റ്റ് വരണ്ടേ. താളങ്കിഴങ്ങ് പറയുമ്പോൾ ചേമ്പ്, പാൽച്ചേമ്പ് ഇഷ്ടപ്പെട്ടിട്ടേ. മീനും കൂടി മീനും കൂടി നല്ല രസമുണ്ട്. ഹായ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മളെ കുണ്ടയങ്ങലാക്കിയിട്ട് കഴിക്കുന്നതായിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. കൂട്ടത്തിൽ അമ്മ മീനും വാങ്ങിയിട്ട് മത്തി വറ്റിച്ചതും കൂടി കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മത്തി അതിന് ശേഷമാണ് വാങ്ങിയിട്ട് കറിയെല്ലാം വെച്ചിന്, അതൊന്നും കാണിച്ചില്ല. അപ്പോൾ കുണ്ടയങ്ങ് ഇതുപോലെ എല്ലാവരുടെയും വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ഇതേപോലെ ഉണ്ടാക്കി നോക്കണം അല്ല അമ്മ. നല്ല ടേസ്റ്റാണ്. വൈകുന്നേരമെല്ലാം ചായക്ക് വേറൊന്നും കടി നോക്കണ്ട, ഇങ്ങനെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് തിന്നാൻ വേണ്ടിയിട്ട്. നമ്മളെ നാടൻ സാധനം അല്ല അമ്മ. വേറെ പണിയൊന്നുമില്ല, എളുപ്പമാണ്, വേഗാവും. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. രംഗണ്ണൻ എന്ന് വേക്കെന്ന് കളിക്കുന്നു. കരിങ്കാളിയല്ലേ എഫക്റ്റ് മാറിയിട്ടെന്തോന്നല്ല അതിക്ക്. ഓനാ സിനിമ കണ്ടേ പിന്നെ മൊത്തം ഒന്ന് രംഗണ്ണൻ അഡിക്റ്റ് ആയിട്ടായില്. അപ്പോ നമ്മളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാരും എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ കമന്റും എഴുതി അറിയിക്കാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരമ്മ ബൈ ബൈ. ബൈ ബൈ.